ദൈവത്തിന്റെ നാമത്തിൽ നന്ദിയോടുകൂടി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് വീണ്ടും ഒരിക്കൽ കൂടി കിങ്ഡം ക്വസ്റ്റ്യൻ ഈ യൂട്യൂബ് ചാനലിൽ കർത്താവിൻ്റെ തിരുനാമമായി നിൽപ്പാൻ സർവകൃപാലുവായ ദൈവം ഒരുക്കി തന്ന നല്ല സമയത്തിനെ ഓർത്ത് നന്ദിയോടുകൂടി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിപ്പാൻ ഇടയാകട്ടെ എന്ന് ഒരിക്കൽ കൂടി കർത്താവിൽ പ്രാർത്ഥിക്കുന്നു. ദൈവരാജ്യം എന്ന വിഷയത്തെ പറ്റി 2 എപ്പിസോഡുകളിലായി അല്പമായി ദൈവത്തിൻ്റെ വചനം ചിന്തിക്കുവാൻ, പങ്കുവയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ച ദൈവത്തിൻ്റെ വലിയ വിധങ്ങളെ ഓർത്ത് കർത്താവിനെ നന്ദിയോടുകൂടി ഈ അവസരത്തിൽ ഒരിക്കൽ കൂടി സ്തുതിക്കുന്നു. കർത്താവിൻ്റെ രാജ്യത്തെക്കുറിച്ച് തിരുവെഴുത്തിൽ നമുക്ക് അനേക വാക്യങ്ങൾ കാണുവാൻ കഴിയുന്നുണ്ട്. 1-ാം നൂറ്റാണ്ടിൽ കർത്താവിൻ്റെ സഭ അവിടുന്ന് സ്ഥാപിതം ആകുവാൻ ഇടയായി. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എപ്പിസോഡിൽ നമ്മൾ ചിന്തിക്കുവാൻ ഇടയായി. ഇരുമ്പും കളിമണ്ണും കൂടി ഒരുമിച്ച് കഴിയുന്ന ഒരു കാലഘട്ടം. ഇരുമ്പും കളിമണ്ണും കൂടി അവർ തമ്മിൽ ഇടകലരുമെങ്കിലും, അവർ മനുഷ്യ ബീജത്താൽ അവർ ഒന്നായി തീരുമെങ്കിലും, ഇരുമ്പും കളിമണ്ണും കൂടെ തമ്മിൽ ചേരാതിരിക്കുന്നത് പോലെ അവർ തമ്മിൽ ചേരുകയില്ല എന്ന് ദാനിയേൽ പ്രവചനത്തിലെ വാക്യത്തെ ആധാരമാക്കി നാം ചിന്തിക്കുവാനിടയായി. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 24-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം നാം വായിക്കുവാനിടയായതാണ്. അവിടെ അപ്പോസ്തലനായ പൗലോസിന്റെ പ്രസംഗം കേൾക്കുവാനായി റോമൻ ഭരണാധികാരിയായ ഫെലിക്സ് തന്റെ ഭാര്യ ദ്രുസില്ലയുമായി അവിടെ കടന്നു വരുവാനിടയായി. പൗലോസിന്റെ സാക്ഷ്യം കേൾക്കുവാനിടയായി. അതിൽ നാം ചിന്തിക്കുവാനിടയായ ഒരു കാര്യമുണ്ട്. റോമൻ ഭരണാധികാരി യഹൂദ സ്ത്രീയായ ദ്രുസില്ലയെ വിവാഹം കഴിച്ചു. റോമൻ സാമ്രാജ്യം എന്ന് പറയുന്നത് ദാനിയേലിനെ ദൈവം വെളിപ്പെടുത്തിയതനുസരിച്ച് 4ാമത്തെ സാമ്രാജ്യം എന്ന് പറയുന്നത് റോമൻ സാമ്രാജ്യമാണ്. ആ സാമ്രാജ്യവും കളിമണ്ണാകുന്ന യഹൂദനും തമ്മിൽ ഒരു കാലഘട്ടം ഒരുമിച്ചാകുന്നു. ഇരുമ്പും കളിമണ്ണും കൂടെ. ആ കാലഘട്ടത്തിൽ സ്വർഗസ്ഥനായ ദൈവം എന്നേക്കും സ്ഥിരമായ തന്റെ രാജ്യം സ്ഥാപിക്കുമെന്ന്. ഇന്ന് അതിനോട് ചേർന്ന് ചില കാര്യങ്ങളോട് ചിന്തിക്കുവാനാണ് താല്പര്യപ്പെടുന്നത്. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം നാം വായിക്കുമ്പോൾ അതിന്റെ 2ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്, സ്നാപക യോഹന്നാൻ വിളിച്ചു പറയുകയാണ്, കാലം തികഞ്ഞു, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിപ്പിച്ചു. സ്നാപകൻ വിളിച്ചു പറയുകയാണ്, സ്വർഗരാജ്യം സമീപം വന്നിരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഇതേ കാര്യങ്ങൾ തന്നെ ഒരിക്കൽ കൂടി ഓർപ്പിച്ചതാണ്. വീണ്ടും അതിനോട് ചേർന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണ് ഇന്ന് ഈ കാര്യം തന്നെ ഒരിക്കൽ കൂടി ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്നത്. മർക്കോസിന്റെ സുവിശേഷം വായിക്കുമ്പോൾ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട്, യേശുക്രിസ്തു യോഹന്നാൻ തടവിലായ ശേഷം വീണ്ടും അവിടെ നിന്ന് പ്രസംഗിക്കുവാനിടയായി. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിക്കുന്നു. അതിനുശേഷം നമുക്ക് വീണ്ടും കാണുവാൻ കഴിയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 17 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, അതെ, മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 17 മുതൽ വായിക്കുമ്പോൾ നമുക്ക് കാണുന്നത്, യേശുക്രിസ്തു പറയുകയാണ്, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുകയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ എന്ന് പ്രസംഗിച്ചു തുടങ്ങി.
മാനസാന്തരപ്പെടുവിനെന്ന് പ്രസംഗിച്ചു തുടങ്ങുവാനാണ്. ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാണ് എന്ന് യേശു ക്രിസ്തു പ്രസംഗിക്കുവാൻ തുടങ്ങി. നമുക്കൊരു കാര്യം മനസ്സിലാകുന്നുണ്ട്. യേശു ക്രിസ്തു 33 വയസ്സ് വരെ ജീവിച്ചിരിക്കുവാനിടയായി. യേശു ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷ കാലയളവ് എന്ന് പറയുന്നത് 3.5 വർഷമാണ്. ആ 3.5 വർഷത്തിൽ യേശു ക്രിസ്തുവിന്റെ പ്രസംഗം എന്ന് പറയുന്നത്, പ്രസംഗ വിഷയമെന്ന് പറയുന്നത് ദൈവരാജ്യം എന്ന വിഷയം സംബന്ധിച്ചായിരുന്നു. അത് എപ്പോൾ മുതലാണ്? സ്നാപകയോഹന്നാൻ ആദ്യമായിട്ട് വിളിച്ചു പറഞ്ഞിരിക്കുന്ന കാലം തികയുന്നു. കാലം തികഞ്ഞതിന്റെ കാലക്കണക്കുകളെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചിന്തിക്കുവാനിടയായി. എന്നാൽ കാലം തികഞ്ഞു എന്ന് വിളിച്ചു പറയുന്നത് സ്നാപകയോഹന്നാൻ ആദ്യമായിട്ട്. സ്നാപകയോഹന്നാൻ തടവിലായി കഴിഞ്ഞപ്പോൾ ആ മിഷൻ അവിടം കൊണ്ട് നിന്നു പോവുകയല്ല, യേശു ക്രിസ്തു അവിടെ മുതൽ പ്രസംഗിക്കുവാനിടയായി. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. 4:23 മത്തായി 4:23 വായിക്കുമ്പോൾ യേശു ക്രിസ്തു പള്ളികളിൽ, അതായത് യഹൂദന്മാരുടെ സിനഗോഗുകളിൽ ചെന്ന് പ്രസംഗിക്കുവാനിടയായി. ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുവാനിടയായി. അപ്പൊ യേശു ക്രിസ്തുവിന്റെ പ്രസംഗ വിഷയമെന്ന് പറയുന്നത് ദൈവരാജ്യം എന്ന വിഷയം വരുന്നത്. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. യേശു ക്രിസ്തു പറയുകയാണ്, ദൈവാത്മാവിനാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു എങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ എത്തിയിരിക്കുന്നു. ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ എത്തിയിരിക്കുന്നു. ഇത് 1-ാം നൂറ്റാണ്ടിൽ യേശു ക്രിസ്തു തന്റെ പരസ്യ ശുശ്രൂഷ കാലയളവിൽ പറയുന്ന കാര്യമാണ്. ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ എത്തിയിരിക്കുന്നു. എന്തിനാൽ തിരിച്ചറിയാം? ഞാൻ ദൈവ ആത്മാവിനാൽ, യേശു ക്രിസ്തു ദൈവാത്മാവിനാൽ ഭൂതങ്ങളെ പുറത്താക്കുന്നു എങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ, നിങ്ങളുടെ സമീപം എത്തിയിരിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം വായിക്കുമ്പോൾ ഇവിടെ 4:43 വാക്യം വായിക്കുമ്പോൾ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. യേശു ക്രിസ്തു പറയുകയാണ്, എനിക്ക് ഇവിടെ മാത്രമല്ല മറ്റു പട്ടണങ്ങളിലും യേശു ക്രിസ്തുവിന്റെ ഈ രാജ്യത്തിന്റെ സുവിശേഷം, ദൈവരാജ്യത്തിന്റെ സുവിശേഷം മറ്റു പട്ടണങ്ങളിലും പ്രസംഗിക്കേണ്ടതാകുന്നു. ഇതിനായിട്ടല്ലോ എന്നെ അയച്ചത്. അപ്പൊ യേശു ക്രിസ്തുവിനെ അയച്ചതിന്റെ പിന്നിലെ, പിതാവ് ക്രിസ്തുവിനെ, യേശുവിനെ അയച്ചതിന്റെ പിന്നിലെ ഉദ്ദേശം എന്ന് പറയുന്നതിന്റെ ഒരു പോയിന്റ് പറയുകയാണ്. അവിടെ ഈ പട്ടണത്തിൽ മാത്രമല്ല മറ്റു പട്ടണങ്ങളിലും. ഇപ്പൊ യേശു ക്രിസ്തുവിനെ കുറിച്ച്, അല്ലെങ്കിൽ സുവിശേഷത്തെ കുറിച്ച്, ആ രാജ്യത്തിന്റെ സുവിശേഷത്തെ കുറിച്ച്, ആ രാജാവിന്റെ സുവിശേഷത്തെ കുറിച്ച് പറയുവാനാണ് യേശുവിനെ പിതാവായ ദൈവം അയച്ചത്. എന്ത് പറയുവാൻ? ഞാൻ രാജാവായിട്ട് വന്നിരിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. യേശു പട്ടണം തോറും പ്രസംഗിച്ചു. ഒരിടത്ത് മാത്രമല്ല, യേശു ക്രിസ്തു പട്ടണം തോറും അത് പ്രസംഗിക്കുവാനിടയായി. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ദൈവരാജ്യത്തെ കുറിച്ച് പ്രസംഗിക്കുകയും രോഗികളെ സൗഖ്യമാക്കുകയും ചെയ്യുവാനിടയായി. യേശു ക്രിസ്തു രോഗസൗഖ്യം കൊടുക്കുക മാത്രമല്ല, അവരുടെ ശരീരത്തിന്റെ രോഗത്തെ മാത്രം അകറ്റുകയല്ല ചെയ്തത്, അവരുടെ ആത്മീക തലത്തെ തൊട്ടുകൊണ്ട് ദൈവരാജ്യത്തിന്റെ സുവിശേഷമാണ് യേശു ക്രിസ്തു പങ്കുവെച്ചത്. യേശു ക്രിസ്തു പങ്കുവെച്ച സുവിശേഷം ദൈവരാജ്യത്തിന്റെ സുവിശേഷമാണ്. ഈ ലോകത്തിൽ വന്ന് 33.5 വർഷം ജീവിച്ചിരുന്ന് യേശു ക്രിസ്തു എന്തെങ്കിലും പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ, 3.5 വർഷക്കാലം തന്റെ ശുശ്രൂഷയുടെ കാലയളവിൽ എന്തെങ്കിലും മെസ്സേജ് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് ദൈവരാജ്യത്തെ സംബന്ധിച്ചാണ്. യേശു ക്രിസ്തു എന്തെങ്കിലും ഉപമ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് ദൈവരാജ്യം സംബന്ധിച്ചാണ്. ദൈവരാജ്യം എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് യേശു ക്രിസ്തു പ്രസംഗിച്ചത്. യേശു ക്രിസ്തു തന്റെ ഉപമകളിലൂടെ ജനത്തെ പഠിപ്പിക്കുവാൻ ആഗ്രഹിച്ചത്, യേശു ക്രിസ്തു പ്രസംഗിച്ചതും പഠിപ്പിച്ചതും എല്ലാം ദൈവരാജ്യമെന്ന ഏക കാര്യത്തെ കുറിച്ചാണ് എന്ന് നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്.
എന്നാൽ അപ്പോസ്തലന്മാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഓർക്കും യേശു ക്രിസ്തു മാത്രമേ ഇത് പ്രസംഗിച്ചുള്ളൂ. അതിനുശേഷം എന്ത് ചെയ്തു? സാഫ ലോകത്തിലേക്ക് വരുവാനിടെ യേശു ക്രിസ്തു തന്റെ കാൽവരുടെ ക്രൂശ് മരണത്തിന് ശേഷമായിട്ട് സാഫ എന്ത് ചെയ്തു? ഭൂമിയിലേക്ക് പുറപ്പെടുവാനിടയായി. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ സാഫ ഭൂമിയിലേക്ക് വന്നപ്പോൾ അവിടെ മുതലുള്ള പ്രസംഗ വിഷയം നമ്മൾ ഓരോന്നും എടുത്തൊന്ന് പഠിച്ചു നോക്കണം. അപ്പോസ്തലന്മാരുടെ പ്രസംഗം എന്തായിരുന്നുവെന്ന്. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 8-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുന്നുണ്ട് ഫിലിപ്പോസിനെ കുറിച്ച്. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 8-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്, എന്നാൽ ദൈവരാജ്യത്തെയും യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തെയും യേശുക്രിസ്തുവിന്റെ നാമത്തെയും കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുന്ന ഫിലിപ്പോസിനെ അവർ വിശ്വസിച്ചപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും സ്നാനമേറ്റു. ഞാൻ ഒരു പ്രാവശ്യം കൂടെ വായിക്കാം. എന്നാൽ ദൈവരാജ്യത്തെയും യേശുക്രിസ്തുവിന്റെ നാമത്തെയും കുറിച്ചുള്ള സുവിശേഷം. എന്തിനെ കുറിച്ചുള്ള സുവിശേഷമാണ് ഫിലിപ്പോസ് അറിയിച്ചത്? എന്നാൽ ദൈവരാജ്യത്തെയും യേശുക്രിസ്തുവിന്റെ നാമത്തെയും കുറിച്ചുള്ള സുവിശേഷം ഫിലിപ്പോസ് അറിയിച്ചപ്പോൾ ജനം സ്നാനപ്പെടുവാനിടയായി, ജനം വിശ്വസിക്കുവാനിടയായി. ഒന്ന്, ഫിലിപ്പോസിന്റെ പ്രസംഗ വിഷയം എന്ന് പറയുന്നത് ദൈവരാജ്യം. 2, യേശുവിന്റെ നാമത്തെ കുറിച്ച്, രാജാവിനെയും രാജ്യത്തെ കുറിച്ചുമായിരുന്നു ഫിലിപ്പോസിന്റെ സുവിശേഷം. അത് കേട്ടപ്പോൾ ഇസ്രായേലിന് മനസ്സിലാകുവാനിടയായി ഇതാകുന്നു സുവിശേഷമാണ്. അവിടെയാണ് ജനം രക്ഷിക്കപ്പെട്ടത്. നമുക്ക് അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 14-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം കൂടെ വായിക്കാം. പൗലോസ് അന്ത്യോക്യയിലുള്ള വിശ്വാസികളോട് പറഞ്ഞു ഉറപ്പിക്കുകയാണ്, വിശ്വാസത്തിൽ നിലനിൽക്കണം എന്നും നാം അനേക കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്നും പ്രബോധിപ്പിച്ച് ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു പോന്നു. കാരണം പൗലോസിന് വലിയ കഷ്ടത്തിലൂടെ കടന്നു പോകേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകുവാനിടയായി. അനേക യഹൂദന്മാരെ അടിയേൽക്കുവാനിടയായി. പൗലോസ് അനേക കഷ്ടങ്ങളിലൂടെ കടന്നു പോകുവാനിടയായി. ആ കഷ്ടം കണ്ടിട്ട് 1-ാം നൂറ്റാണ്ടിലെ വിശ്വാസികൾ ഇടറിപ്പോകാതിരിക്കേണ്ടതിന് ദൈവത്തിൽ നിന്നും വെളിപ്പാട് പ്രാപിച്ച പൗലോസ് സഭയെ പറഞ്ഞ്, ശിഷ്യന്മാരെ പറഞ്ഞ് ഉറപ്പിക്കുകയാണ്, എന്ത്? ഇങ്ങനെ അനേക കഷ്ടങ്ങളിലൂടെ നാം കടന്നു പോകേണ്ടതാകുന്നു. പൗലോസിനോട് കൂടെ നിൽക്കുന്ന 1-ാം നൂറ്റാണ്ടിലെ വിശ്വാസി പറഞ്ഞുറപ്പിക്കുകയാണ്, നാം അനേക കഷ്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടതാകുന്നു. എന്തിന്? ഇങ്ങനെ ദൈവരാജ്യത്തിലേക്ക് നാം എത്തപ്പെടേണ്ടതിന്. 1-ാം നൂറ്റാണ്ടിലെ വിശ്വാസി അവരെന്ത് ചെയ്യണം? കഷ്ടതയിലൂടെ കടന്ന് ആ ദൈവരാജ്യത്തിലേക്ക് അവർ കയറപ്പെടേണ്ടതാകുന്നു എന്ന് പറഞ്ഞ് അവരെ ഉറപ്പിക്കുകയാണ് പൗലോസ്. അപ്പോഴും പൗലോസിന്റെ പ്രസംഗ വിഷയം എന്ന് പറയുന്നത് ദൈവരാജ്യം എന്നതാകുന്നു നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. 1-ാം നൂറ്റാണ്ടിലെ ശിഷ്യന്മാരുടെ, അപ്പോസ്തലന്മാരുടെ ഏറ്റവും വലിയ ദൗത്യം എന്ന് പറഞ്ഞ ദൈവം ഏൽപ്പിച്ചതെന്ന് പറയുന്നതിന് ദൈവരാജ്യത്തെ കുറിച്ച് പറയുക എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് അവർ തർക്കങ്ങളിലും വാദങ്ങളിലും എല്ലാം പരീശന്മാരുമായിട്ടും യഹൂദന്മാരുമായിട്ടും എല്ലാം എന്ത് ചെയ്തു? അവർ ദൈവരാജ്യത്തെ കുറിച്ച് അവരെ സംവാദങ്ങളിലൊക്കെ നടത്തുവാനിടയായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 19-ാം അധ്യായത്തിന്റെ അതിന് 8-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്, പിന്നെ അവൻ പള്ളിയിൽ ചെന്ന് ദൈവരാജ്യത്തെ കുറിച്ച് സംവാദിച്ചും സമ്മതിപ്പിച്ചും കൊണ്ട് 3 മാസത്തോളം പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചു. പൗലോസ് ദൈവരാജ്യത്തെ കുറിച്ച് സംവാദത്തിലൂടെ യഹൂദന്മാരെ പറഞ്ഞ് അവരെ സമ്മതിപ്പിച്ചു, അവരെ ഉറപ്പിച്ചു. ദൈവരാജ്യത്തെ കുറിച്ച് പറഞ്ഞിട്ട്
പൗലോസ് സമ്മതിക്കാതെ പിറകോട്ട് പോകുന്നതല്ല, പറഞ്ഞ കാര്യം ദൈവവചനപ്രകാരം അവരെ ഉറപ്പിച്ചു. അവരെ അതിൽ അവർക്ക് ഒരു തെറ്റുമില്ലാതെ സംശയവുമില്ലാതെ പൗലോസ് അവരെ ഉറപ്പിച്ചു പോകുന്നു. 1-ാം നൂറ്റാണ്ടിൽ എന്ത് ചെയ്തു? 3 മാസം സഭയിൽ അവരെ പ്രസംഗിപ്പിച്ച് കേൾക്കുവാനിടയായി. പ്രസംഗം പറയുകയും സംവാദിക്കുകയും കൂടെ ചെയ്ത് സംവാദത്തിലൂടെ അവരെ പറഞ്ഞ് പൗലോസ് ഉറപ്പിക്കുവാനിടയായി. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 20-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമ്മുടെ കാണുവാൻ കഴിയുന്നുണ്ട്, ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ട് നടന്നവനായ എന്റെ മുഖം ഇനി നിങ്ങൾ കാണുകയില്ല. വാക്യം ഇങ്ങനെയാണ്, നിങ്ങളുടെ ഇടയിൽ ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ട് നടന്ന പൗലോസ് സ്വയം പരിചയപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്, ഞാൻ ദൈവരാജ്യത്തിന്റെ പ്രസംഗകനാണ്. ആ എന്റെ മുഖം ഇനി നിങ്ങൾ കാണുകയില്ല. എന്താണ്? നിങ്ങളുടെ ഇടയിൽ ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ട് നടന്ന എന്റെ മുഖം നിങ്ങൾ ഇനി കാണുകയില്ല. പൗലോസിന്റെ പ്രസംഗ വിഷയമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ അപ്പോസ്തലന്മാരുടെ പ്രസംഗ വിഷയമെന്ന് പറയുന്നത്, അവരുടെ പഠിപ്പിക്കലുകൾ എന്ന് പറയുന്നത്, അവരുടെ സംവാദം എന്ന് പറയുന്നത് എല്ലാം ദൈവരാജ്യം സംബന്ധിച്ചുള്ള കാര്യമായിരുന്നു. ദൈവരാജ്യത്തെ ഉറപ്പിക്കുന്നതിനുള്ള കാര്യങ്ങളായിരുന്നു എന്ന് നമുക്ക് തിരുവഴുത്തിൽ കാണാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 28-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ഒരു ദിവസം നിശ്ചയിച്ചിട്ട് പലരും അവന്റെ പാർപ്പിടത്തിൽ അവന്റെ അടുക്കൽ വന്ന് അവരോട് അവൻ ദൈവരാജ്യത്തിന്റെ സാക്ഷ്യം പറഞ്ഞു. മോശയുടെ ന്യായപ്രമാണവും പ്രവാചക പുസ്തകങ്ങളും ആധാരമാക്കി യേശുവിനെ കുറിച്ച് അവർക്ക് ബോധം വരുമാറ് രാവിലെ തുടങ്ങി സന്ധ്യ വരെ വിവരിച്ചു. അവർ പറഞ്ഞത് ചിലർ സമ്മതിച്ചു, ചിലർ വിശ്വസിച്ചതുമില്ല. അവർ തമ്മിൽ യോജിക്കാതെ പിരിയുവാനിടയെന്ന് നമുക്ക് തിരുവഴുത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ പൗലോസ് റോമിൽ തടവറയിലായിരിക്കുന്ന സമയത്ത്, വീട്ടു തടങ്കലിലായിരിക്കുന്ന സമയത്ത് പൗലോസിനറിയാം പൗലോസിന്റെ നിര്യാണകാലം അടുത്തിരിക്കുകയാണ്. റോമിൽ കൈസരുടെ മുമ്പിൽ നിൽക്കുന്ന കാര്യം വരെ ദൈവം ദർശനത്തിൽ പൗലോസിനോട് സംസാരിച്ചിട്ടുണ്ട്. പൗലോസ് നിന്റെ നിര്യാണകാലം അവിടെ വെച്ചായിരിക്കുമെന്നും വ്യക്തമായിട്ട് പൗലോസിനറിയാവുന്ന പൗലോസ് തന്റെ നിര്യാണകാലത്തിന്റെ അന്ത്യത്തിലും താൻ മരിക്കപ്പെടുവാൻ പോകുന്നുവെന്ന് അറിഞ്ഞിട്ടും അപ്പോഴും പൗലോസിന്റെ പ്രസംഗ വിഷയമെന്ന് പറയുന്നത്, പൗലോസിന് അവസാനമായിട്ട് എന്തെങ്കിലും പറയുവാനും ചെയ്യുവാനും ഉണ്ട് എങ്കിൽ പൗലോസ് അവിടെ ചെയ്യുന്നത്, പൗലോസ് തടവറയിലായിരിക്കുന്ന സമയത്ത് അവർ പൗലോസ് പലരെയും വിളിച്ചെന്ത് ചെയ്തു? തന്റെ പാർപ്പിടത്തിൽ കൊണ്ടുവന്നിട്ട് അവരോട് വരുവാൻ പറഞ്ഞിട്ട് അവരുമായിട്ട് ദൈവരാജ്യത്തിന്റെ സാക്ഷ്യം പൗലോസ് അവരെ പറയുവാനിടയായി. തനിക്ക് ദൈവരാജ്യത്തിൽ എന്ത് സാക്ഷ്യമുണ്ടോ, ദൈവരാജ്യത്തിന്റെ അനുഭവം തന്റെ ജീവിതത്തിൽ എന്താണോ അത് വന്നിരുന്നവരോട് പൗലോസ് പറയുവാനിടയായി. അപ്പോസ്തലന്മാരുടെ 1-ാം നൂറ്റാണ്ടിലെ സാക്ഷ്യം എന്ന് പറയുന്നത് നമുക്കതിൽ കാണുവാൻ കഴിയുന്നത് ദൈവരാജ്യത്തിന്റെ സാക്ഷ്യമാണ്. എന്തെങ്കിലും ഒരു സാക്ഷ്യം പറയുവാനുണ്ടെങ്കിൽ അത് രാജ്യത്തെ കുറിച്ചാണ്, അത് രാജാവിനെ കുറിച്ചാണ്. പൗലോസ് വീണ്ടും പറയുന്നുണ്ട്, ന്യായപ്രമാണത്തെ കുറിച്ചും പ്രവാചക പുസ്തകങ്ങളെ കുറിച്ചും ആധാരമാക്കി യേശുവിനെ കുറിച്ച് അവർക്ക് ബോധം വരുമാറി രാവിലെ തുടങ്ങി രാജാവിനെ കുറിച്ചും രാജ്യത്തെ കുറിച്ചും ദൈവരാജ്യത്തെ കുറിച്ചും ദൈവത്തിന്റെ രാജാവായ ക്രിസ്തുവിനെ കുറിച്ചും രാവിലെ തുടങ്ങി സന്ധ്യ വരെ എന്ത് ചെയ്തു? അവരെ പറഞ്ഞ് അവരെ ഉറപ്പിക്കുവാനിടയായി. അപ്പോസ്തലനായ പൗലോസിന് തന്റെ ജീവിതത്തിന്റെ നിര്യാണത്തോടെടുക്കുന്ന സമയത്തും എന്തെങ്കിലും പറഞ്ഞുറപ്പിക്കുവാനുണ്ടെങ്കിൽ ദൈവരാജ്യത്തെ കുറിച്ച്, ആ രാജാവിനെ കുറിച്ച് മാത്രമായിരുന്നു എന്നാണ് നമുക്ക് തിരുവഴുത്തിൽ കാണുവാൻ കഴിയുന്നത്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 28-ാം അധ്യായത്തിന്റെ 30-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നതും അത് തന്നെയാണ്. അവൻ കൂലിക്ക് വാങ്ങിയ വീട്ടിൽ
2 സംവത്സരം മുഴുവൻ പാർത്തു. തന്റെ അടുക്കൽ വരുന്നവരെ ഒക്കെയും കൈക്കൊണ്ട് പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ വിഘ്നം കൂടാതെ ദൈവരാജ്യം പ്രസംഗിച്ചും കർത്താവായ യേശുവിനെ കുറിച്ചും ഉപദേശിച്ചും പോന്നു. യേശു ക്രിസ്തുവിനെ കുറിച്ചും ദൈവരാജ്യത്തെ കുറിച്ചും തെറ്റുകൂടാതെ, വിഘ്നം കൂടാതെ, യാതൊരു പിഴവും കൂടാതെ പൗലോസ് പറഞ്ഞു ഉറപ്പിച്ചു പോന്നു. അങ്ങനെ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം അവിടെ അവസാനിക്കുകയാണ്. ലൂക്കോസ് തന്റെ അനുഭവത്തിൽ നിന്ന് ഇത് എഴുതുമ്പോൾ സ്തോത്രം, പൗലോസിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രസംഗം ഉണ്ടായിരുന്നുവെങ്കിൽ അത് ദൈവരാജ്യത്തെ കുറിച്ചായിരുന്നു. പൗലോസിന് എന്തെങ്കിലും 1-ാം നൂറ്റാണ്ടിലെ ശിഷ്യന്മാരെ പറഞ്ഞുറപ്പിക്കുവാനുണ്ടായിരുന്നുവെങ്കിൽ അത് ദൈവരാജ്യത്തെ കുറിച്ചായിരുന്നു. അത് ദൈവരാജ്യത്തിന്റെ രാജാവിനെ കുറിച്ചായിരുന്നു. അത് രാജാവ് ഭൂമിയിലേക്ക് വരുന്നു എന്നുള്ളതിനെ പറഞ്ഞ് 1-ാം നൂറ്റാണ്ടിൽ തന്നെ അത് സംഭവിക്കുമെന്ന് പറഞ്ഞ് പൗലോസ് ഉറപ്പിക്കുവാനിടയായി നമുക്ക് തിരുവെഴുത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. നമുക്കിനി കാണുവാൻ കഴിയുന്നത് നമുക്കിനി കാണുവാൻ കഴിയുന്നത് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിന് എന്തെങ്കിലും പറയുവാനുണ്ടായിരുന്നുവെങ്കിൽ, യേശു ക്രിസ്തുവിന് പറയാനുള്ളത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 2-3 വാക്യങ്ങൾ നമുക്ക് എങ്ങനെയാണെന്ന് വായിച്ചു നോക്കാം. അവൻ കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി. ശിഷ്യന്മാർക്ക് യേശു ക്രിസ്തു പ്രത്യക്ഷനായി. ദൈവരാജ്യം സംബന്ധിച്ച് കാര്യങ്ങൾ പറഞ്ഞും കൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അനേക ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. യേശുക്രിസ്തു അനേക ദൃഷ്ടാന്തങ്ങളാൽ താൻ ജീവിച്ചിരിക്കുന്നു എന്ന് തന്റെ ശിഷ്യന്മാരെ കാണിച്ചു കൊടുത്തു. പക്ഷേ യേശുക്രിസ്തുവിന് അപ്പോഴും ശിഷ്യന്മാരോട് പറയുവാൻ ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതെന്താണെന്നാണ് നാം വായിച്ചത്. അവൻ കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം പ്രത്യക്ഷനായി. എന്തിനായിരുന്നു? ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങളിൽ പറഞ്ഞുകൊണ്ട്. യേശു ക്രിസ്തുവിന് ഉയർത്തെഴുന്നേറ്റ ശേഷം എന്തെങ്കിലും പറയുവാനുണ്ടായിരുന്നുവെങ്കിൽ അത് ദൈവരാജ്യം സംബന്ധിച്ചായിരുന്നു. ദൈവരാജ്യത്തെ കുറിച്ച് തന്റെ ശിഷ്യന്മാരെ പറഞ്ഞ് ഉറപ്പിക്കുവാനിടയായി. ഉയർത്തെഴുന്നേറ്റ ശേഷം യേശു ക്രിസ്തുവിന് പറയുവാനുണ്ടായിരുന്നതാണ് ദൈവരാജ്യം സംബന്ധിച്ച്. കാരണം തന്റെ രാജ്യം വരുന്നു. ആ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട്. ആ ദൈവരാജ്യം നിങ്ങളിൽ ഉളവാകുവാനിടയാകും. അതുകൊണ്ട് ദൈവരാജ്യം സംബന്ധിച്ചാണ് യേശു ക്രിസ്തുവിന് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞും പറയുവാനുണ്ടായിരുന്നത്. നമ്മ ഓർത്തു നോക്കിക്കേ, സ്നാപകയോഹന്നാൻ വിളിച്ചു പറയുകയാണ്, ദൈവരാജ്യം സമീപം വന്നിരിക്കുന്നു. സ്നാപകയോഹന്നാൻ തടവിലായി കഴിഞ്ഞ ശേഷം യേശു ക്രിസ്തു വീണ്ടും അവിടെ നിന്ന് പറയുക. സ്നാപകയോഹന്നാൻ തടവിലായപ്പോൾ അവിടെ പ്രസംഗം അവസാനിക്കുകയല്ല, യേശു ക്രിസ്തു അത് ഏറ്റെടുത്ത് ചെയ്യുകയാണ്. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. യേശു ക്രിസ്തുവിന്റെ പ്രസംഗങ്ങളെല്ലാം ദൈവരാജ്യം സംബന്ധിച്ചായിരുന്നു. താൻ ശിഷ്യന്മാരെ പഠിപ്പിച്ചത് ദൈവരാജ്യം സംബന്ധിച്ചായിരുന്നു. താൻ ശിഷ്യന്മാരെ അയച്ച് അവരുടെ ഒരു പ്രസംഗ വിഷയം പറഞ്ഞിരുന്നുവെങ്കിൽ ഈ ദൈവരാജ്യത്തെ കുറിച്ച് മാത്രമായിരുന്നു. ഈ രാജ്യത്തിന്റെ സുവിശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? പ്രസംഗിക്കാനാണ് ശിഷ്യന്മാരോട് പറഞ്ഞത്. അപ്പോസ്തലന്മാര് പ്രസംഗിച്ചത് മുഴുവനും ദൈവരാജ്യത്തെ കുറിച്ചായിരുന്നു. ഉയർത്തെഴുന്നേറ്റിട്ട് യേശു ക്രിസ്തുവിന് എന്തെങ്കിലും പ്രസംഗിക്കുവാനുണ്ടായിരുന്നുവെങ്കിൽ അത് ദൈവരാജ്യത്തെ കുറിച്ചായിരുന്നു എന്ന് നമുക്ക് തിരുവെഴുത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. 1-ാം നൂറ്റാണ്ടിൽ സഭ വിശ്വസിച്ചത് ഞങ്ങൾ ദൈവരാജ്യത്തിലാകുന്നുവെന്നാണ്. അതുകൊണ്ടാണ് കൊലോസ്യ സഭയ്ക്ക് പൗലോസ് ലേഖനം എഴുതിയപ്പോൾ സഭയെ പറഞ്ഞ് ഉറപ്പിക്കുന്നത് 1-ാം അധ്യായത്തിൽ, കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ
നാം വായിക്കുന്നുണ്ട്, സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കുകയും ചെയ്തു വന്ന നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ ആക്കി വെക്കുകയും ചെയ്ത, ആക്കി വെക്കാൻ പോകുന്നു എന്നല്ല, ആക്കി വെക്കുമെന്നല്ല, ആക്കി വെക്കുകയും ചെയ്ത പിതാവിനെ നിങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നവർ ആകുവിനെന്ന് പൗലോസ് വീണ്ടും സഭയെ പറഞ്ഞുറപ്പിക്കുന്നുണ്ട്. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നതും കൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാറ് ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യുക. ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നതുകൊണ്ട്, നാം പ്രാപിക്കാൻ പോകുന്നത് കൊണ്ടെന്നല്ല, പ്രാപിക്കുന്നത് കൊണ്ട്. ഇളകാത്ത രാജ്യം വരാൻ പോകുന്നത് കൊണ്ടെന്നല്ല, ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട്, നാം റിസീവ് ചെയ്യുന്നത് കൊണ്ട് എന്ത് ചെയ്യണം? ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നവരാകുവിൻ. അപ്പൊ 1-ാം നൂറ്റാണ്ടിലെ സഭയെ പൗലോസ് പറഞ്ഞുറപ്പിക്കുന്നത്, നിങ്ങൾ ദൈവത്തിന്റെ രാജ്യത്തിനകത്താണ്, നിങ്ങൾ ദൈവത്തിന്റെ രാജ്യത്തിലേക്ക് കയറാൻ പോകുന്നുവെന്നല്ല, നിങ്ങൾ ദൈവത്തിന്റെ രാജ്യത്തിന് അകത്താണ്. നമുക്ക് വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ അതിന്റെ 1-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം കൂടെ നമുക്കൊന്ന് വായിച്ചു പോകാം. വാക്യം ഇങ്ങനെയാണ് കിടക്കുന്നത്, നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തന്റെ രക്തത്താൽ വിടുവിച്ച് തന്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തവന് എന്നേക്കും മഹത്വവും ബലവും ആമേൻ. നമ്മെ രാജ്യവും പുരോഹിതന്മാരുമാക്കി. നമ്മൾ ശ്രദ്ധിച്ചു വായിച്ചാൽ ഇംഗ്ലീഷ് വേർഷൻ എഴുതിയിരിക്കുന്ന, നമ്മെ രാജാക്കന്മാരും പുരോഹിതന്മാരും ആക്കിയ ദൈവത്തിന് നിങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുവാനാണ് പറയുന്നത്. നിങ്ങളെ രാജാക്കന്മാരാക്കാൻ പോകുന്നു എന്നല്ല, നിങ്ങളെ പുരോഹിതന്മാരാക്കാൻ പോകുന്നു എന്നല്ല, നിങ്ങളെ രാജാക്കന്മാരാക്കി മാറ്റിയിരിക്കുന്നു എന്നാണ് തിരുവെടുത്ത് പറയുന്നത്. ഒരു 3 വാക്യം കൂടെ ഓർപ്പിക്കുവാനുള്ളത് ഇങ്ങനെയാണ്. മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്, മനുഷ്യപുത്രൻ തന്റെ രാജ്യത്തിൽ വരുന്നത് കാണുവോളം മരണം ആസ്വദിക്കാത്ത ചിലർ ഈ നിൽക്കുന്നവരിൽ ഉണ്ട് എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. മനുഷ്യപുത്രൻ തന്റെ രാജ്യത്തിൽ വരുന്നത് കാണുവോളം മരണം ആസ്വദിക്കാത്തവർ ചിലർ ഈ നിൽക്കുന്നവരിലുണ്ട് എന്ന് പറഞ്ഞാൽ, ഈ 21-ാം നൂറ്റാണ്ടിൽ നിൽക്കുന്നവരെ കുറിച്ചല്ല യേശുക്രിസ്തു പറയുന്നത്. യേശുക്രിസ്തു തന്റെ പരസ്യ ശുശ്രൂഷ കാലയളവിൽ യേശുക്രിസ്തു പ്രസംഗിക്കുമ്പോൾ പറയുകയാണ്, മനുഷ്യപുത്രൻ തന്റെ രാജ്യത്തിൽ വരുന്നത് കാണുവോളം മരണം ആസ്വദിക്കാത്തവർ ചിലർ. യേശുക്രിസ്തുവിന്റെ പ്രസംഗം കേൾക്കുന്നവരിൽ ചിലർ, മരണം ആസ്വദിക്കാത്തവർ, ദൈവരാജ്യം ശക്തിയോടെ വരുന്നത് കാണുവോളം, മനുഷ്യപുത്രൻ തന്റെ രാജ്യത്തിൽ വരുന്നത് കാണുവോളം മരണം ആസ്വദിക്കാത്ത ചിലർ എന്ത് ചെയ്യും? അവിടെ നിൽക്കുവാനിടയാകുമെന്ന് യേശുക്രിസ്തു പറഞ്ഞുറപ്പിക്കുകയാണ്. മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ ഇതേ വാക്യം നമുക്കിവിടെ വീണ്ടും റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത് കാണാം. മർക്കോസിന്റെ സുവിശേഷത്തിൽ കാണുന്ന ഇങ്ങനെ 9:1, പിന്നെ അവൻ അവരോട് ദൈവരാജ്യം ശക്തിയോടെ വരുന്നത് കാണുവോളം മരണം ആസ്വദിക്കാത്തവർ ചിലർ ഈ നിൽക്കുന്നവരിൽ ഉണ്ട് എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ 27-ാമത്തെ വാക്യത്തിലും ഇതേ വാക്യം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവരാജ്യം അതിന്റെ പൂർണ്ണ ശക്തിയോടെ വരുന്നത് കാണുവോളം മരണം ആസ്വദിക്കാത്ത ചിലർ ഈ നിൽക്കുന്നവരിലുണ്ട് എന്ന് പറഞ്ഞാൽ, മത്തായിക്ക് തെറ്റ് പറ്റിയിട്ടില്ല എന്ന് മർക്കോസ് വീണ്ടും പറഞ്ഞുറപ്പിക്കുകയാണ്. മത്തായിക്കും മർക്കോസിനും തെറ്റ് പറ്റിയിട്ടില്ല എന്ന് ലൂക്കോസ് സുവിശേഷം എഴുതിയപ്പോൾ വീണ്ടും പറഞ്ഞുറപ്പിക്കുകയാണ്. ദൈവരാജ്യം അതിന്റെ പൂർണ്ണ ശക്തിയോടെ വരുന്നത് കാണുവോളം മരണം ആസ്വദിക്കാത്തവർ ചിലർ 1-ാം നൂറ്റാണ്ടിൽ ഉണ്ടാകുമെന്ന്. ദൈവരാജ്യം വന്നിട്ടില്ല എന്ന് പറയുന്നവർ ഒരു കാര്യം ഓർത്തുകൊള്ളണമേ, അവർ പരസ്യമായി പറയുകയാണ് യേശുക്രിസ്തു പറഞ്ഞത് നുണയാകുന്നുവെന്ന്. ഒരു കാര്യത്തിൽ നാം ഉറച്ചു പറയുവാനിടയാകണം, ദൈവരാജ്യം വന്നിട്ടുണ്ട്. എന്തുകൊണ്ടെന്നാൽ എന്റെ ക്രിസ്തു, ഞാൻ വിശ്വസിക്കുന്ന എന്റെ വീണ്ടെടുപ്പുകാരൻ, എന്റെ രാജാതി രാജാവ് അവൻ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത്
അതങ്ങനെ തന്നെ സംഭവിക്കുക തന്നെ ചെയ്തിട്ടുണ്ട്. അതിനൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. കാലങ്ങളായിട്ട് നാം കേട്ടോണ്ടിരിക്കുകയാണ്, ദൈവരാജ്യം ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ, ദൈവത്തിന്റെ രാജ്യം വന്നിട്ടില്ല, ഇനി രാജ്യം വരാൻ പോകുന്നതേ ഉള്ളൂ എന്ന് പറയുമ്പോൾ നാം ബൈബിളൊന്ന് തിരുവെടുത്തുനിന്ന് ആ വേദപുസ്തകം നാം കയ്യിൽ ഇങ്ങനെ എല്ലാ ദിവസവും കൊണ്ടു നടക്കുന്നുണ്ടല്ലോ, ഞായറാഴ്ച ആരാധനയ്ക്കാണെങ്കിലും ഒന്ന് എടുക്കുന്നുണ്ടല്ലോ, അതിനകത്ത് അങ്ങനെ തന്നെയാണോ എഴുതിയിരിക്കുന്നത് നാം ഒന്ന് നോക്കണം. ആ ദൈവവചനത്തിന് സത്യം എന്താണെന്ന് മനസ്സിലാക്കുവാൻ, അതിൽ കർത്താവ് എന്താണ് സഭയോട് പറഞ്ഞിരിക്കുന്നതെന്നൊന്നും മനസ്സിലാക്കുവാൻ നാം ആ തിരുവെഴുത്തുനിന്ന് വായിച്ചു നോക്കണം. അതങ്ങനെ തന്നെയാണോ എഴുതിയിരിക്കുന്നതെന്ന്. 1-ാം നൂറ്റാണ്ടിലെ സഭ വിശ്വസിച്ചതുപോലെ വിശ്വസിക്കുവാനാണോ ഇഷ്ടം, അതോ ഇന്ന് മൈക്കിനകത്തൂടെ നാം വിളിച്ചു പറയുന്നത് കേൾക്കുന്നത് അത് വിശ്വസിക്കാനോ ഇഷ്ടം? കർത്താവ് എന്ത് പറഞ്ഞുവോ, യേശുക്രിസ്തു എന്ത് പറഞ്ഞുവോ, തന്റെ ശിഷ്യന്മാരെന്ന് പ്രസംഗിച്ചുവോ, ഉയർത്തെഴുന്നേറ്റ് യേശുക്രിസ്തു എന്താണോ പ്രസംഗിച്ചത്, യേശുക്രിസ്തു പറഞ്ഞ വാഗ്ദത്തങ്ങളിലെല്ലാം അവൻ പറഞ്ഞുറപ്പിക്കുന്നുണ്ട്, സഭയെ പറഞ്ഞുറപ്പിക്കുന്നുണ്ട്. ദൈവരാജ്യം 1-ാം നൂറ്റാണ്ടിൽ തന്നെ നിങ്ങളുടെ അരികിലേക്ക് വരുമെന്ന് പറഞ്ഞുറപ്പിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 16:28, മർക്കോസിന്റെ സുവിശേഷം 9:1, ലൂക്കോസിന്റെ സുവിശേഷം 9:27. ഈ വാക്യങ്ങളിലെല്ലാം പറഞ്ഞുറപ്പിക്കുന്നത് ദൈവരാജ്യം 1-ാം നൂറ്റാണ്ടിലെ തലമുറയുടെ കാലഘട്ടത്തിൽ തന്നെ ദൈവരാജ്യം വരുവാനിടയാകും. പ്രിയ ദൈവമക്കളെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും നമ്മൾ തിരുവെഴുത്ത് എന്തു പറയുന്നു അതാണ് നാം വിശ്വസിക്കേണ്ടത്. അത് നാം ഉൾക്കൊള്ളുവാൻ എന്ത് ചെയ്യണം? തയ്യാറാകണം. അതുകൊണ്ടാണ് 1-ാം നൂറ്റാണ്ടിലെ സഭയെ പൗലോസ് പറഞ്ഞുറപ്പിച്ചത്, കൊലോസ്യ സഭയെ പറഞ്ഞുറപ്പിച്ചത്, നിങ്ങളെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ ആക്കി വെച്ചിരിക്കുന്നു. എബ്രായ സഭയോട് പറഞ്ഞുറപ്പിക്കുകയാണ്, ദൈവരാജ്യം നിങ്ങൾ പ്രാപിക്കുന്നത് കൊണ്ട് നന്ദിയോടെ പിതാവിന് സ്തോത്രം ചെയ്യുന്നവരാകുവിൻ. നമ്മുടെ ചുറ്റുപാടുകൾ എന്ത് പ്രസംഗിക്കുന്നു എന്നുള്ളതല്ല, ദൈവവചനം എന്തു പറയുന്നു, വിശുദ്ധ വേദപുസ്തകം എന്തു പറയുന്നു എന്ന് ആ സത്യവചനത്തിലേക്ക്, തിരുവെഴുത്തിലേക്ക് മടങ്ങി വരുവാൻ, സത്യവചനം എന്താണെന്ന് മനസ്സിലാക്കി അതിലേക്ക് മടങ്ങി വരുവാൻ ദൈവം ഇത് കേൾക്കുന്നവരുടെ ഹൃദയത്തെ ഉണർത്തുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രത്യാശിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവം നമ്മളെല്ലാവരെയും